എനിക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് അറിയുന്നവൻ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന ബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. അതാണ് നമുക്ക് ശാന്തി പകരുക. നീ എൻ്റെ വിഷയത്തിൽ വിധിക്കുന്ന വിധികളെല്ലാം എനിക്ക് ഖൈറായി മാറണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഒരു വിശ്വാസി കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഅൻ തജ്അല കുല്ല ഖദാഇൻ ഖളൈതഹു ലി ഖൈറാ. നീ എൻ്റെ വിഷയത്തിൽ വിധിക്കുന്ന ഏതൊരു വിധികളുണ്ടോ, ഏതൊരു തീരുമാനങ്ങളുണ്ടോ, അതെല്ലാം എനിക്ക് നന്മയായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കുക. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങളെ ബാഹ്യമായും ആന്തരികമായും ധാരാളം അനുഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ശാരീരികമായി നമ്മുടെ ആരോഗ്യം, നമ്മുടെ കണ്ണ്, കാത്, കൈകാലുകൾ, നമ്മുടെ ശരീരം, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, നമ്മുടെ മസ്തിഷ്കം, ശരീരം, നമ്മുടെ ചുറ്റുഭാഗം, നമുക്ക് ഭക്ഷണത്തിനുള്ള വെള്ളം, മറ്റു സംവിധാനങ്ങൾ, വായു, സജ്ജീകരണങ്ങൾ, എത്രയാണ് അനുഗ്രഹങ്ങൾ, എത്രയാണ് അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങില്ല. വഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് ക്ലിപ്തപ്പെടുത്താനാവില്ല. പക്ഷേ മനുഷ്യർ നന്ദി കെട്ടവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും എനിക്കൊന്നുമില്ല എന്ന ആ ഒരു ബോധമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നതെങ്കിൽ അതെത്ര വലിയ നന്ദികേടാണ്. ലഭ്യമായ അനുഗ്രഹങ്ങളുടെ തോത് മനസ്സിലാകണമെങ്കിൽ ആ അനുഗ്രഹങ്ങളെല്ലാം ഇല്ലാതെ ഇവിടെ കഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് കണ്ണ് തുറന്നു നോക്കുവാനും കാണുവാനും നാം സന്നദ്ധരാവണം. കൈകാലുകൾ തളർന്ന് നടക്കാൻ ശേഷിയില്ലാതെ, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളമായി മരുന്ന് മണക്കുന്ന റൂമുകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന എത്രയോ പ്രയാസം അനുഭവിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പ്രയാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര രൂപത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടവനാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങളും അവന് പരീക്ഷണമാണ്. മറ്റുള്ളവർക്ക് രോഗം ലഭിച്ചതും മറ്റുള്ള കാര്യങ്ങൾ കിട്ടിയതും ഒക്കെയും അവർക്കും പരീക്ഷണമാണ്. എന്തിന്? നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള നമ്മുടെ മാനസികമായ നിലയൊന്ന് പരിശോധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സത്യവിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു ഗുണമുണ്ട്, അത് അത്ഭുതമാണ്. ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിൽ ഇത്ര അത്ഭുതം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. അവന് വല്ല ഏത് കാര്യങ്ങൾ അവന് സംഭവിച്ചാലും അവൻ അതെല്ലാം നന്മയാക്കി മാറ്റുവാൻ അവന് പ്രത്യേകമായ ഒരു മിടുക്കുണ്ട് എന്നാ പറഞ്ഞത്. അജബൻ ലി അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസിയുടെ കാര്യം പുതുമയാർന്നതാണ്, അത്ഭുതകരമാണ്. എല്ലാ കാര്യങ്ങളെയും അവൻ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നു. അവൻ്റെ നന്മയുടെ റെക്കോർഡിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന വിധത്തിൽ ആക്കി തീർക്കുവാനുള്ള ഒരു കഴിവും മിടുക്കും അവനുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവന് വല്ല ആപത്തുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവന് സംഭവിച്ചാൽ അവൻ ഒരിക്കലും ക്ഷമകേടിൻ്റെയും നെറികേടിൻ്റെയും വാക്കുകൾ പറയുകയോ അക്ഷമയുടേതായ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടുകയോ ചെയ്യാതെ അവൻ അത് മുഴുവനും സഹിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ സഹനത്തിലൂടെ കണക്കല്ലാത്ത പ്രതിഫലം അല്ലാഹുവിങ്കൽ നിന്ന് അവൻ നേടിയെടുക്കും. അപ്പോൾ അതവന് ഖൈറായിട്ടാണ് ഭവിക്കുന്നത്. അവന് ബാധിച്ച പ്രതിസന്ധി പോലും, അവനെ വേട്ടയാടിയ പ്രയാസം പോലും അവൻ്റെ നന്മയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടാവുന്ന പുണ്യകർമ്മമാക്കി മാറ്റിയെടുക്കുവാൻ അവനെ അർഹനാക്കിയത് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ തീരുമാനത്തിലുള്ള സംതൃപ്തിയും ക്ഷമയും സഹനവുമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന സാബത്തുഹു സർറാ, അവന് സന്തോഷകരമായ അനുഗ്രഹങ്ങൾ അവന് കിട്ടിയാൽ നെഗളിപ്പ് കാണിക്കാതെ, അഹങ്കാരം കാണിക്കാതെ,
അഹന്ത കാണിക്കാതെ അത് നൽകിയതും തൻ്റെ സൃഷ്ടാവാണ് എന്ന് സൃഷ്ടാവിനെ ഓർത്ത്, ആ സൃഷ്ടാവ് തനിക്ക് തൈര് തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് അവൻ വല്ലാതെ വിനീതനായി കൂടുതൽ കൂടുതൽ അവൻ്റെ ജീവിതത്തിൽ അവൻ നന്ദിയുള്ളവനായി ജീവിക്കും. അങ്ങനെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആ കൃത്യമായ നിലക്കുള്ള റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണവും അത് നൽകിയ ദാതാവായ സൃഷ്ടാവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ശേഷ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നന്ദിയോടെ ചെയ്തുകൊണ്ട് അതും അവൻ്റെ നന്മയുടെ കർമ്മ പുസ്തകത്തിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന നിലക്കാക്കി മാറ്റാൻ അവന് സാധിക്കുന്നു. അപ്പോൾ അതും അവന് ഹൈറാകുന്നു. പക്ഷേ ഇത് വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവൻ്റെ മനസ്സിൽ കൃത്യമായി ഈ ദൈവീകമായ ബോധമുണ്ട്. ഈ ബോധമില്ലാത്ത നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്ക് എന്തിലാണ് അവർ ആശ്വാസം കണ്ടെത്തുക? എന്തിലാണ് അവർ അഭയം കണ്ടെത്തുക? അതുകൊണ്ട് തന്നെ അർപ്പണബോധമുള്ള, സൃഷ്ടാവിൽ എല്ലാം വരമേൽപ്പിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു വിഭാഗത്തിനിടയിൽ ആത്മഹത്യകളുടെ എണ്ണം, തോതുകൾ കുറയുന്നതായിട്ടാണ് നമുക്ക് പഠനങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അതവരുടെ മാനസികമായ കരുത്ത് അവർ നേടിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമുക്ക് ലഭ്യമാകുന്നത് സൃഷ്ടാവായ അല്ലാഹു ഈ ഭൂമിയിലേക്ക് മാനവ സമൂഹത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ വിശുദ്ധമായ ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, അവയെല്ലാം അടങ്ങുന്ന കൃത്യമായ ജീവിതത്തിൻ്റെ ആ ഭാഗങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ കലുഷിതമായ നമ്മുടെ മനസ്സുകൾ തണുക്കും, അതടങ്ങും. ആ നാഥനെ സംബന്ധിച്ചുള്ള ചിന്തയൊന്നുകൊണ്ട് മാത്രമേ പ്രതിസന്ധികൾക്ക് പരിഹാരം നേടാൻ സാധ്യമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പലതവണ നമ്മൾ കേട്ടവരായിരിക്കും. അല അറിയണേ, ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും സമാധാനവും ഒക്കെ ലഭ്യമാവുക. ആൾ ദൈവങ്ങളുടെ കാൽക്കൽ വീണതുകൊണ്ടോ അതല്ലെങ്കിൽ ശവകുടീരങ്ങളുടെയോ മക്ബറകളുടെയോ സമീപത്ത് പോയി അവയുടെ മുമ്പിൽ സുജൂദിൽ കിടന്നതുകൊണ്ടോ, പട്ടുമൂടിയതുകൊണ്ടോ, പൂക്കളെറിഞ്ഞതുകൊണ്ടോ, കാണിക്കവഞ്ചിയിൽ നേർച്ചയർപ്പിച്ചതുകൊണ്ടോ, നൈവേദ്യങ്ങൾ അവിടെ സമർപ്പിച്ചതുകൊണ്ടോ, പ്രസാദങ്ങൾ സ്വീകരിച്ച് അത് കഴിച്ചതുകൊണ്ടോ, തൊട്ടുപുരട്ടിയതുകൊണ്ടോ, അതല്ലെങ്കിൽ മദ്യത്തിലും മദിരാക്ഷിയിലും ആ നിലക്കുള്ള അധർമ്മകരമായ അശ്ലീലതകളുടെ ചെളിക്കുണ്ടുകളിലേക്ക് നീങ്ങിയതുകൊണ്ടോ മനുഷ്യ നിനക്ക് സമാധാനം ലഭിക്കുകയില്ല. അതൊക്കെ താൽക്കാലിക സമാധാനമുള്ള കാര്യങ്ങളാണെന്ന് ചെകുത്താൻ തോന്നിപ്പിച്ചേക്കും. പക്ഷേ ശാശ്വതമായി നമ്മെ അത് അഗാധമായ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കായിരിക്കും കൊണ്ടുചെന്ന് വീഴ്ത്തുക എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാവർക്കും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പല കാരണങ്ങളാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് നഷ്ടബോധത്തിൻ്റെ കണക്കുകൾ ഓർത്തുകൊണ്ട് ഇപ്പോഴും ഊണും ഉറക്കവുമില്ലാതെ കഴിയുന്ന ആളുകളുണ്ട്. എന്ത് പ്രയോജനമാണുള്ളത്? ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാല നഷ്ടങ്ങൾ ഓർത്ത് ഇനി സങ്കടപ്പെട്ട് സമയം കളയേണ്ടുന്ന കാലമല്ല. ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തൻ്റെ പാപങ്ങൾ വിശ്വാസി എപ്പോഴും ഓർക്കണം. ആ പാപങ്ങൾ ഓർത്ത് കരയണം. ഇനി ആവർത്തിക്കില്ലെന്ന് സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. അതിലൂടെ ഹൃദയത്തിന് വല്ലാത്തൊരു വിശുദ്ധി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഗതകാല ജീവിതത്തിലെ നഷ്ടക്കണക്കുകൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ ജീവിതം കഴിഞ്ഞാൽ മനസ്സിങ്ങനെ പ്രയാസപ്പെടാന്നല്ലാതെ ആ പോയത് തിരിച്ചു കിട്ടുമോ? ആ നഷ്ടം തിരിച്ചു കിട്ടുമോ? ഇല്ല. വരാൻ പോകുന്ന എൻ്റെ നാളെ എങ്ങനെയായിരിക്കും എന്നോർത്ത് ബേജാറായി കിടക്കപ്പായയിൽ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ്ട. അതൊക്കെ അള്ളാഹു നോക്കിക്കൊള്ളും.
നാം ഇന്നിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് സൂര്യൻ ഉദിച്ച് ഇന്നത്തെ ഒരു പ്രഭാതം എനിക്ക് കിട്ടിയാൽ, ഇന്നത്തെ ജീവിതം എനിക്ക് കിട്ടിയാൽ, ആ കിട്ടിയ ജീവിതത്തെ എൻ്റെ നന്മയുടെ പുസ്തകത്തിൻ്റെ ഏടുകൾ നിറക്കുവാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആക്റ്റീവായി ഞാൻ മുന്നോട്ട് പോവുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതാ ചെയ്യേണ്ടത്. വെറുതെ സമയം ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കരുത്. അത് മനുഷ്യനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ആജിസ്, കസല്, ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ പോലും ചെയ്യാനാവാത്ത ഒരവസ്ഥ, ചെയ്യുന്നതിന് താല്പര്യമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന ഒരു ബോധത്തോടുകൂടി എനിക്കൊന്നും കഴിവില്ലേ, എനിക്കൊന്നും പറ്റൂല, എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന ഒരു അപകർഷതാബോധം ചെകുത്താൻ മനുഷ്യ മനസ്സിലുണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു ബോധം വരാതെ എന്നെ കാത്തുകൊള്ളണേ എന്ന് അള്ളാഹുവിനോട് തേടാൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മനക്ലേശത്തിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, മനോദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉടനെ പറയുന്നു, ഒന്നിനും എനിക്കാവില്ല എന്ന അശക്തിയിൽ നിന്ന്, അതുപോലെ തന്നെ ചെയ്യാൻ പലതുമുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിവുമുണ്ട്, പക്ഷേ ഞാൻ ചെയ്യാൻ ഒരുക്കമല്ല, ടെൻഷനായിട്ട് മൂടിപ്പിടിച്ച് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ഞാൻ ചടഞ്ഞുകൂടിയ ഒരു ഭാഗത്തിങ്ങനെ മ്ലാനമുഖമായിട്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയും എനിക്കുണ്ടാവരുതേ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നേടിയെടുക്കുവാൻ ആവശ്യമായ പ്രാർത്ഥനകളാണ്. ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. നിത്യജീവിതത്തിലുള്ള പ്രാർത്ഥനകളിൽ അബൂലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ധാരാളമാണെന്ന് ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു അല്ലാഹുവേ. എന്നിട്ടും അതിനനുസരിച്ചൊന്നും നിന്നോട് നന്ദി കാണിക്കുവാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നന്മയുടെ മാർഗത്തിൽ ആക്റ്റീവാകാൻ, ഉന്മേഷവാനാകാൻ നിന്റെ ഭാഗത്ത് നിന്ന് നീ എനിക്ക് സഹായം തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു വിഷയത്തിലും എപ്പോഴും നിരന്തരമാവുക നമ്മൾ. കർമ്മ നൈരന്തര്യം, നിരന്തരമായ കർമ്മങ്ങൾ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. മടിയനായി ഒരു ഭാഗത്ത് ഇരുന്നാൽ ശൈത്താൻ നമ്മളെ വേട്ടയാടും. അപ്പോഴാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ കടന്നു വരിക. എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ ആക്റ്റീവായിരിക്കണം. മരണം വരെ ആക്റ്റീവായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫൈദാ ഫറഗ്ത ഫൻസബ്. ഒരു പ്രവൃത്തിയിൽ നിന്ന് നീ വിരമിച്ചാൽ മറ്റൊന്നിൽ നീ അധ്വാനിക്കുക. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്. വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പണി ഉണ്ടാവരുത്. അങ്ങനെ മനസ്സിന് എപ്പോഴും നല്ല ഉന്മേഷം പ്രദാനം ചെയ്യുന്ന നിലക്ക്, എനിക്ക് കിട്ടിയ ആയുസ്സിൻ്റെ പലതും കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി എത്ര കാലമാണ് ഞാൻ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. ആ കാലഘട്ടത്തിനിടക്ക് എനിക്ക് ചെയ്യാവുന്നത് കൃത്യമായി ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന കൃത്യമായ ബോധത്തോടുകൂടി സഹോദരങ്ങളെ കർമ്മരംഗത്ത് വ്യാപൃതരാവണം. അതാണ് ടെൻഷൻ മുക്തമായൊരു ജീവിതത്തിനുള്ള ഒരു പരിഹാരം. ആക്റ്റീവാകെ എപ്പോഴും ഉന്മേഷത്തോടെ പ്രവർത്തിക്കുക. ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിലേക്ക്, അങ്ങനെ നന്മയുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ പ്രവർത്തിക്കുക. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, എത്ര നമ്മൾ ആക്റ്റീവാകാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് വേണം. ഉന്മേഷത്തോടുകൂടെ നന്മകൾ ചെയ്യണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് വേണം. അതുകൊണ്ടാണ് വഇലാ റബ്ബിക ഫർഗബ്, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് മാത്രം നിന്റെ പ്രതീക്ഷകളെ അർപ്പിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, എപ്പോഴും അവൻ്റെ സഹായം തേടുക. നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുക, റബ്ബിൻ്റെ സഹായത്തിനായി എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. മനസ്സ് ഫ്രീ ആക്കുക, കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക, എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ വളർത്തുക, വികസിപ്പിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും എനിക്ക് കഴിയുന്നില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കരുത്. എൻ്റെ കഴിവുകൾ, എനിക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ സമാധാനമടയണം, അതിലൂടെ എനിക്ക് സ്വർഗം കിട്ടണം. നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവരിലേക്ക് നോക്കണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വലുപ്പമറിയണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നെന്നും നിലനിൽക്കില്ല, ഒരു മാറ്റം എപ്പോഴും സംഭവിക്കുമെന്ന് പ്രതീക്ഷാ നിർഭരമായ മനസ്സായിരിക്കണം. നിരാശയുണ്ടാകരുത്. നിരാശ വിശ്വാസികൾക്ക് ചേർന്നതല്ല. ശുഭപ്രതീക്ഷയാണ് വിശ്വാസികൾക്ക് വേണ്ടത്.
പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം, സദ്വിചാരം. അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതേപോലെയായിരിക്കും ഞാൻ അവനോട് വർത്തിക്കുക. എന്നെക്കുറിച്ച് അവൻ നല്ല വിചാരമാണോ എങ്കിൽ ഞാൻ അവനോട് നല്ല നിലയ്ക്ക് ഇടപെടും. സദ്വിചാരം വെച്ച് പുലർത്തുക. ഈ രൂപത്തിലൊക്കെ യഥാർത്ഥമായ നിലക്കുള്ള പോസിറ്റീവായ വശങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് കൃത്യമായ നിലക്കുള്ള വിശ്വാസം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കൃത്യമായി അവനെ മാത്രം ആരാധിച്ച് മറ്റൊരാളുടെ കാൽക്കലും ശാശ്വത സമാധാനത്തിന് വേണ്ടി കെഞ്ചാതെ വീണ് കിടന്നുരുളാതെ പ്രപഞ്ചത്തിന്റെ നാഥനിൽ മാത്രം എല്ലാം സമർപ്പിച്ച് അവനോട് സങ്കടം പറഞ്ഞ് അവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മുടേതായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉന്മേഷത്തോടെ മുന്നേറുക. എങ്കിൽ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിലും ലഭിക്കും. അതിനേക്കാളെല്ലാം അപ്പുറം സമാധാനത്തോടെയുള്ള ഒരു മരണം, അതുപോലെ തന്നെ സമാധാനത്തോടുകൂടെ സ്വർഗീയമായ ലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സൗഭാഗ്യം, ഇതൊക്കെ നമുക്ക് ലഭ്യമാകും. ആ ഒരർത്ഥത്തിലേക്ക് എല്ലാവരുടെയും ചിന്തകൾ തിരിയണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കുവാനുള്ള വിശ്വാസ ദൃഢതയും അർപ്പണബോധവും നമുക്കെല്ലാവർക്കും നമ്മെ സൃഷ്ടിച്ചവനായ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രതിസന്ധികളിൽ അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അവൻ ദൂരീകരിക്കുമാറാകട്ടെ. മാനസികമായ സന്തോഷവും ശാരീരികമായ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നല്ലവരുടെ കൂടെ മരണാനന്തരം സ്വർഗം പങ്കിടാൻ റബ്ബിൻ്റെ തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാവട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹുമൂമി വൽ അഹ്സാൻ യാ അർഹമർ റഹീമീൻ. റബ്ബന تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.